മികച്ച പാർലമെന്റില് എന്നതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാര് മുസ്ലിം ലീഗ് കോടതി പാർലമെന്റിൽ നല്ലൊരു പ്രതികരണമാണ് ഉണ്ടായത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഉണ്ടായിരുന്നു തന്നെ. അത് ഒരു മുസ്ലിം വിഷയം മാത്രമല്ല, ഇതൊരു ദേശീയ വിഷയമായിട്ട് തന്നെയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നാമത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധിപ്പിക്കുന്നുള്ളതാണ്. വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ്. വഖഫ് ആക്ട് നേരത്തെ തന്നെ ഇന്ത്യയിലുണ്ട്. അതിന്റെ ധാരാളം മതി കാര്യങ്ങൾ സംരക്ഷിക്കാനും അതിന്റെ മറ്റെല്ലാ മെയിൻ്റെനൻസ് ധാരാളം മതി. പക്ഷെ അതിനപ്പുറത്ത് പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഉദാഹരണമല്ല, വ്യക്തമായ ചില അജണ്ടകൾ അതിന് പിന്നിലുണ്ട് എന്നെല്ലാവർക്കും അതിനെ എല്ലാവരുമായി ചർച്ച ചെയ്യേണ്ടത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനത്തിൽ എത്തേണ്ടത്. മുൻകാല ഗവൺമെന്റുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇല്ലാതെ അവര് പാർലമെന്റ് അവതരിപ്പിച്ചു. പിന്നീട് പാസ്സാക്കില്ല തോന്നുമ്പോൾ ജെ.പി.സി തന്നെ പ്രതിപക്ഷങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാത്ത രീതിയിലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി. പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തപ്പോൾ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഗവൺമെന്റ് ജയിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ വോട്ടുകളുടെ എണ്ണമല്ല, പക്ഷെ അവർക്കത് പാസ്സാക്കി എടുക്കുവാൻ കഴിഞ്ഞു. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ആ കേസ് എടുക്കുകയും. ഇന്നലെ സുപ്രീം കോടതി ഇതിന്റെ വാദം കേട്ടു. സിബിലിനെയാണ് അഭിഭാഷകർ ഹാരിസ് ബീരാനി MP ഹാരിസ് ബീരാനിയും സിന്ധിക്ക് ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പൊ അവര് സിന്ധിന് വേണ്ടി ഹാജരായി. അതുപോലെ തന്നെ മറ്റ് ഒട്ടേറെ സ്റ്റാലിനും കർണാടക മുഖ്യമന്ത്രി, ചെന്നൈ മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ഒരുപാട് പാർട്ടികൾ ഇതിനെതിരെ ശക്തമായി സുപ്രീം കോടതി തന്നെ അത് വളരെ ഗൗരവത്തിൽ എടുത്തു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിൽ മാറേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്.